ചേട്ടന് ചായക്ക് നല്ല കടുപ്പം വേണം. എനിക്കാണെങ്കിൽ അത്ര കടുപ്പം ഇഷ്ടമല്ല. അങ്ങനെ 2 രീതിയിൽ ഇഞ്ചി ചായയൊക്കെ ഇട്ട് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും മീൻകാരൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് മീൻ കൊണ്ടുവന്നത് നെത്തോലിയും ചാളയുമാണ്. നെത്തോലി എന്ന് പറയുമ്പോൾ ഈ നെത്തോലിയില്ലേ, നമ്മുടെ സാധാരണ കറുത്ത നെത്തോലിയല്ല. അപ്പോൾ ഇത് പീര വയ്ക്കാമെന്നും പറഞ്ഞ് അതങ്ങ് വാങ്ങി. എന്തായാലും എനിക്കിപ്പോൾ രാവിലെ വെക്കാനായിട്ട് സമയമില്ല. മീൻ കൊണ്ട് നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് പാത്രങ്ങൾ സിങ്കി കിടക്കുകയായിരുന്നു. അതങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ച്. ആ സിങ്കിൽ നിന്ന് വെള്ളം പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ വെള്ളം കോരി അങ്ങ് ചെടിയുടെ മൂട്ടിലങ്ങ് ഒഴിച്ചു കൊടുക്കും. പിന്നെ തലേ ദിവസത്തെ ചോറ് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതിനെ അങ്ങ് ഊറ്റി വടിക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളം വെച്ച് തിളപ്പിച്ച് വെള്ളം തിളച്ച് വന്നപ്പോഴേക്ക് ചോറിട്ട് കൊടുത്ത് ഒന്നുകൂടെ തിളപ്പിച്ച് ഉപ്പൊക്കെ ഇട്ട് അതിനെ അങ്ങ് വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി വേണം കാപ്പി ഉണ്ടാക്കാനായിട്ട്. ഈ സമയം ഇപ്പോൾ 7:30 ആവണതേ ഉള്ളൂ. അതിനിടയ്ക്കാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ ഇഡ്ഡലി സാമ്പാറുമാണ്. എനിക്കാണെങ്കിൽ ഇഡ്ഡലിക്ക് സാമ്പാറല്ലാതെ ചിന്തിക്കാൻ പോലും പറ്റൂല. അച്ഛനും മോനും ഇഡ്ഡലിയുടെ കൂടെ സാമ്പാർ വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വിചാരിച്ച് അവർക്ക് വേണ്ടി ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അങ്ങനെ ഇഡ്ഡലിത്തട്ടിൽ മാവൊക്കെ ഒഴിച്ച് അതങ്ങ് അടച്ച് വെച്ചിട്ട് ചമ്മന്തി അരയ്ക്കാനായിട്ട് നോക്കി. അപ്പോൾ വെള്ള ചമ്മന്തിയാണ്. കുറച്ച് തൈരും ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൊച്ചുള്ളിയൊക്കെ ഇട്ട് ഒരു ചമ്മന്തി ആക്കി. കേശുവിന് ഇഡ്ഡലി കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ ഇഡ്ഡലി കൊടുക്കും. ഇപ്പോൾ സാമ്പാറും റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.